വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ നിങ്ങളെ അറിയിക്കാതെ ഈ നാട്ടിലെ പ്രമുഖ മാപ്രകൾ മുക്കിയൊരു വാർത്തയുണ്ട്. 8.7 കോടി രൂപയാണ് നമ്മുടെ കേരള സർക്കാർ വിഴിഞ്ഞത്തിന്റെ സ്വന്തം കുടുംബങ്ങൾക്കായി അനുവദിച്ചത്. ഇവിടത്തെ കട്ടമര തൊഴിലാളികൾ, കരമടി തൊഴിലാളികൾ, ചിപ്പിത്തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ തുടങ്ങി അനവധി മേഖലകളിൽ തൊഴിലെടുത്തിരുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തിക്കും അവരവർ അർഹതപ്പെട്ട തുക ഇന്ന് നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇത്രയും ബൃഹത്തായിട്ടുള്ള ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്ന വിഴിഞ്ഞത്തിന്റെ സ്വന്തം മക്കൾക്ക് തീർച്ചയായിട്ടും ഇന്ന് അവരുടെ ആശങ്കകൾ മാറി ആശകൾ പൂവണിയുന്ന ഒരു ദിവസമാണ്. അതെ, തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ആ പ്രദേശത്തെ ജീവനോപാധി നഷ്ടപ്പെട്ട മനുഷ്യരെ സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവർക്ക് അർഹമായ നഷ്ടപരിഹാരം വിതരണം ചെയ്തിരിക്കുകയാണ്. അതും തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ട് പറഞ്ഞ വാക്കുകൾ അതേപടി പാലിച്ചിരിക്കുകയാണ്. തീരദേശത്തിൻ്റെ മക്കളെ കൈവിടാതെ ഒരു വലിയ പദ്ധതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇന്നലകളിൽ ജീവനോപാധികളായിരുന്ന, ജീവിതമാർഗമായിരുന്ന തൊഴിൽ നഷ്ടമായിരിക്കുകയാണ്. അതിനാണ് 8.7 കോടി രൂപ അവരുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഇരുളടയാതെ സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ജനങ്ങളോട് പറയേണ്ട വിഷയമല്ലേ? ജനങ്ങൾ അറിയേണ്ട വിഷയമല്ലേ? അതെങ്ങനെ അറിയിക്കാൻ പറ്റും? അറിയിച്ചാൽ തീർന്നില്ലേ? ദൈനംദിനം നുണകൾ കൊണ്ടുള്ള വിവാദ കൊട്ടാരങ്ങൾ കെട്ടുന്നവർ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നലകളിൽ വിഴിഞ്ഞം ഉയർത്തിക്കാട്ടിക്കൊണ്ടും അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയും വാർത്താ കച്ചവടം നടത്തിയവർ ഇന്ന് അതിന് പരിഹാരമാകുമ്പോൾ വിദഗ്ധമായി മുക്കി അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന അറിഞ്ഞ മട്ടുപോലുമില്ല. പക്ഷെ നമുക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ച് ദിവ്യ എസ് അയ്യർ എന്ന IAS കാരിയും വിസിലിൻ്റെ ചുമതലക്കാരിയുമായിട്ടുള്ള വ്യക്തി പറയുന്നത് കേൾക്കേണ്ടതുണ്ട്. ചിലരെ പൊള്ളിക്കും. കേരളത്തിന്റെ അഭിമാനമായി വിളങ്ങുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വേളയിലാണ് തീർത്തും ഒരു ജനകീയ തുറമുഖമാണ് എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നതിന് ഒരു ദൃഷ്ടാന്തം കൂടി ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിന്റെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, തീരദേശവാസികൾക്ക് വേണ്ടി അവരുടെ ജീവനോപാധി നഷ്ടപരിഹാര തുക വിതരണം ഇന്ന് ഇവിടെ നടന്നു. 8.7 കോടി രൂപയാണ് നമ്മുടെ കേരള സർക്കാർ വിഴിഞ്ഞത്തിന്റെ സ്വന്തം കുടുംബങ്ങൾക്കായി അനുവദിച്ചത്. ഇവിടത്തെ കട്ടമര തൊഴിലാളികൾ, കരമടി തൊഴിലാളികൾ, ചിപ്പിത്തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ തുടങ്ങി അനവധി മേഖലകളിൽ തൊഴിലെടുത്തിരുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തിക്കും അവരവർ അർഹതപ്പെട്ട തുക ഇന്ന് നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇത്രയും ബൃഹത്തായിട്ടുള്ള ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്ന വിഴിഞ്ഞത്തിന്റെ സ്വന്തം മക്കൾക്ക് തീർച്ചയായിട്ടും ഇന്ന് അവരുടെ ആശങ്കകൾ മാറി ആശകൾ പൂവണിയുന്ന ഒരു ദിവസമാണ്. ഓരോ വ്യക്തിയുടെയും കയ്യിൽ അവർക്ക് അർഹതയുള്ള, അവർക്ക് അവകാശപ്പെട്ട തുക കൈമാറുമ്പോൾ തിരികെ അവരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന വാഴ്ത്തുക്കൾ, അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു സൽക്കർമ്മത്തിൽ ഏർപ്പെടുവാനും പൊതുജന സേവനത്തിൽ തുടർന്നും നമ്മുടെ ജനങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകുവാനുമുള്ള ഊർജം നൽകുന്നത്. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിൽ എന്നും നമ്മൾ തീരദേശവാസികളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തീരദേശ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ജൈത്രയാത്ര തുടരുകയാണ് വിഴിഞ്ഞം വിജയവഴിയിൽ. വൻകിട വികസന പദ്ധതികൾ വരുമ്പോൾ അത് ആ മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെ ഇരുളടയ്ക്കരുത് എന്നുള്ള സർക്കാരിൻ്റെ ഉറച്ച ഇച്ഛാശക്തിയാണ് ഈ രീതിയിൽ അവരെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്നലകളിൽ പറഞ്ഞ വാക്കുകൾ, കൊടുത്ത ഉറപ്പുകൾ അത് പാലിക്കുന്നുണ്ടെന്ന് പുറത്തേക്ക് വാർത്തയായി വരാതിരിക്കാനുള്ള ആ കരുതലുണ്ടല്ലോ, അതും നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ അത് മറച്ചു പിടിച്ചാലും ആ മനുഷ്യർക്കത് അനുഭവപ്പെടുന്നുണ്ട്. പറഞ്ഞ വാക്കും കൊടുത്ത ഉറപ്പും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മുന്നോടിയായിട്ട് അവിടുത്തെ ചിപ്പിത്തൊഴിലാളികൾ,
ചുമട്ടുതൊഴിലാളികൾ, മരമടി തൊഴിലാളികൾ എല്ലാവർക്കും ആശ്രയമായിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിന് പുത്തൻ ഉണർവേകിയിരിക്കുകയാണ്. അതായിരുന്നു ആ തീരുമാനം. അത് ഈ നാട്ടിൽ വലിയ ചർച്ചയായി ഉയർന്നു വരേണ്ടതായിരുന്നു. ആ പ്രവർത്തനം ചെയ്ത സർക്കാരിനെ പ്രശംസിക്കേണ്ടിയിരുന്നു. പക്ഷേ അതൊന്നും ജനാധിപത്യ മാധ്യമ പ്രവർത്തനത്തിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ആര്? ഇതും കൊണ്ട് നടക്കുന്നവർ പറയുന്നത്. അവർക്ക് പ്രതിപക്ഷം പറയുന്നത് മാത്രമാണ് വാർത്ത. അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയോ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ മഷി അതിൻ്റെ പുറത്ത് പുരളാനുള്ളതല്ല. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനകത്തേക്കുള്ള മഷിയാണ് താല്പര്യം. ഇങ്ങനെ വാർത്താ കച്ചവടക്കാർ മുക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് LDF 3.0 ലോഡഡ് എന്ന് ആവർത്തിച്ച് പറയുന്നതും. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നിടത്ത് പല കാര്യങ്ങളും ജനങ്ങൾക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാപ്രകൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ കൊടുക്കേണ്ട കാര്യങ്ങൾ തൽക്കാലം കൊടുക്കാൻ സൗകര്യപ്പെടില്ല. അവരുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ സമയവുമില്ല എന്ന് സർക്കാർ തെളിയിക്കുന്നതാണ് ഈ ഉദാഹരണം.